ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സായി സേവ ജനസേവ. ഭഗവത് പ്രാപ്തിക്ക് കൃതയുഗത്തിൽ ശമതമ ധ്യാനങ്ങൾ ഉപായം. ത്രേതായുഗത്തിൽ യാഗമായിരുന്നു ഉപായം. ദ്വാപരത്തിൽ താന്ത്രിക പൂജാദികൾ. കലിയുഗത്തിൽ നാമസങ്കീർത്തനവും. ഇപ്പോൾ അവതാരപുരുഷൻ കുറച്ചുകൂടി എളുപ്പമായ ഉറപ്പായ യോഗം വെളിപ്പെടുത്തി. തിരുനാമ സങ്കീർത്തനത്തിനൊപ്പം ഗ്രാമസേവയും. നരനിൽ നാരായണനെ സേവിക്കുക. പ്രേമയോഗത്തിന്റെ പ്രായോഗിക രൂപം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന നാരായണനെ പ്രായോഗികമായി സേവിക്കുന്നതാണ്, പൂജിക്കുന്നതാണ് ഗ്രാമസേവ, പ്രേമയോഗത്തിന്റെ പ്രായോഗിക രൂപം. ആധ്യാത്മിക മുന്നേറ്റത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന അഹന്തയെ ഗ്രാമസേവയിലൂടെ മൂലത്തോടെ പറിച്ചെറിയാനാവും. അഹന്തയെ തളർത്താനും കളയാനും ഗ്രാമസേവയേക്കാൾ ഉറപ്പായ എളുതായ മറ്റൊരു മാർഗമില്ല. സേവനം സ്വീകരിക്കുന്നവന്റെ നിലയും വിലയും മനോഭാവവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. ചെയ്യാനുള്ളത് ഭംഗിയായി ഈശ്വരബുദ്ധിയാ ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ ജോലി തീർന്നു. പിന്നീടുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം. ഇത് ഭഗവാൻ ബാബ നമുക്ക് നൽകിയ ഉറപ്പാണ്. ഒരു വിദ്യാർത്ഥി സ്വാമിയോട് ചോദിച്ചു, സ്വാമി, ഞങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ സേവിക്കേണ്ടത്? സ്വാമി പുഞ്ചിരിയോടെ പറഞ്ഞു, കുഞ്ഞേ, എന്നെ ആരും സേവിക്കണ്ട, ഞാനാണ് നിങ്ങളെ സേവിക്കുന്നത്. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു. ഞാനല്ലേ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ സമീപം നടന്നു വരുന്നത്. സത്യത്തിൽ ഞാൻ നിങ്ങളെയാണ് സേവിക്കുന്നത്. ഇരവ് പകൽ വിശ്രമവും വിനോദവും വേണ്ടവിധം ആഹാരവും ഇല്ലാതെ സായി ശരി നമ്മളെ സേവിക്കുകയാണെന്ന് മറക്കരുത്. ഇതിന് നാം കൊടുക്കേണ്ട പ്രതിഫലം സർവ്വ ജീവജാലങ്ങളിലും വസിക്കുന്ന സായിയെ സേവിക്കുകയാണ്. സേവനം ഇങ്ങനെ. ഗുജറാത്തിൽ അതിഭീകരമായ ഭൂമികുലുക്കമുണ്ടായ സമയം 10,000-കണക്കിന് ആളുകൾ നിരാലംബരായി. ആയിരക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിൽ നിന്നും വിദ്യാർത്ഥികളും ഭക്തന്മാരും സേവയ്ക്ക് പുറപ്പെട്ടു. 75,000 സാരി, ധോത്തി, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, പാചകോപകരണങ്ങൾ, ആയിരക്കണക്കിന് ചാക്ക് അരി, ധാന്യം, എണ്ണ, പലചരക്കുകൾ, 10,000 ടെന്റുകൾ അടിക്കാനുള്ള ഉപകരണങ്ങൾ, ഇവയെല്ലാമായി ഒന്നിനു പിറകെ ഒന്നായി ഒട്ടേറെ ലോറികൾ പുറപ്പെട്ടു. ഇരു ചെവി അറിയാതെ നടക്കുന്ന ഈ സേവനം കണ്ട് സ്വാമിയോട് ഒരു ഭക്തൻ തിരക്കി, സ്വാമി, അവിടുന്ന് എന്തൊക്കെ സഹായമാണ് ചെയ്യുന്നത്? സഹായമോ? സ്വന്തം വീട്ടിൽ ആരെങ്കിലും ചെയ്യുന്നത് സഹായമാണോ? ഞാൻ ചെയ്യുന്നതൊന്നും ആരോടും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നു. കാരണം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയാണെന്ന് കരുതുന്നു. അതിനാൽ പ്രചാരണത്തിന് ശ്രമിക്കുന്നു. ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. അവരവർക്ക് വേണ്ടി ചെയ്യുന്നതിൽ പ്രചാരണത്തിന്റെ കാര്യമില്ലല്ലോ. സേവനം എങ്ങനെ വേണമെന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയല്ലേ ഇതിലൂടെ. കേരളം മഹാപ്രളയം. കേരളം അനുഭവിച്ച ഭീകര പ്രളയം. ലോകമെമ്പാടുമുള്ള സായി പ്രവർത്തകർ രംഗത്തിറങ്ങി. കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷം അവരെ തളർത്തിയില്ല. മൗനമായി, ശക്തിയായി, സായി സ്മരണയോടെ എല്ലാവരും പ്രവർത്തിച്ചു. ഭഗവാൻ പഠിപ്പിച്ച സേവന പാഠം ഭക്തർ ഒരിക്കൽ കൂടി പ്രവൃത്തി പദത്തിലെത്തിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവ. ബാബ അരുളി, മഹാഭാരത യുദ്ധം നടന്ന ദിവസങ്ങളിൽ എല്ലാവരും സന്ധ്യാസമയത്ത് അവനവന്റെ നിത്യകർമ്മങ്ങൾ ചെയ്യുവാൻ പോകുന്നു. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ തേരിൽ നിന്ന് കുതിരകളെ അയച്ച് അവയ്ക്ക് വെള്ളം കൊടുക്കുന്നു, തിരുമുന്നു. അവയുടെ ശരീരത്തിൽ തറച്ച അമ്പുകൾ വലിച്ചെടുക്കുന്നു. സേവനപരമായ ആ പ്രവൃത്തികളിൽ ഭഗവാന് എത്രമാത്രം ആനന്ദം തോന്നിയിരിക്കണം. വ്യാസദേവന് അത് എത്ര വർണ്ണിച്ചിട്ടും മതിയാവുന്നില്ല. തന്റെ പീതാംബരത്തിൽ നിന്ന് മുദ്രയെടുത്ത് കുതിരകളെ തീറ്റിക്കൊണ്ടിരിക്കുന്ന ആ പാർത്ഥസാരഥിയുടെ ചിത്രം സങ്കല്പിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കർമ്മയോഗത്തിന്റെ, സേവനത്തിന്റെ ആനന്ദത്തെപ്പറ്റി അല്പമൊന്ന് ആലോചിക്കുവാൻ കഴിഞ്ഞേക്കാം. ഏതു പ്രവൃത്തിയായാലും അത് ആധ്യാത്മികമാണ് എന്ന് വിചാരിക്കണം. ഇക്കാലം വരെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മുടെ സന്തോഷത്തിനായി മാത്രം സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഭഗവാൻ ബാബയെ ശ്രദ്ധിക്കൂ. ശാരീരിക ക്ലേശങ്ങളോ തിരക്കുകളോ യാതൊന്നും അവിടുത്തെ ബാധിക്കുന്നില്ല. നിരന്തരം മാനവക്ഷേമത്തിനായി മാത്രം യത്നിക്കുന്നു. അവിടുത്തെ മഹാദൗത്യത്തിൽ നമ്മെ പങ്കാളികളാക്കിയിരിക്കുന്നു. നമ്മുടെ പങ്ക് നമുക്ക് നന്നായി ചെയ്യേണ്ടതില്ലേ? എങ്ങനെയായിരിക്കണം സേവാ സാധന? സേവ ചെയ്യാൻ ഒരു സേവകൻ വേണം. സേവകൻ ഉണ്ടാകണമെങ്കിൽ യജമാനൻ കൂടിയേ തീരൂ. ഇവിടെ നമ്മുടെ യജമാനൻ ഈശ്വരൻ, സേവകൻ ഞാനും. സേവകന്റെ ജോലി യജമാനെ സന്തോഷിപ്പിക്കുകയാണ്. യജമാനൻ എങ്ങനെ സന്തോഷിക്കും? യജമാനെ ഇഷ്ടപ്പെടുന്ന വിധം സേവകൻ പ്രവർത്തിക്കണം. നമുക്കൊരു സേവകൻ വീട്ടിലോ ഓഫീസിലോ ഉണ്ടെന്ന് കരുതുക. നാം സ്ഥലത്തില്ലാത്തപ്പോൾ ഒരു അതിഥി വീട്ടിലെത്തുന്നു. നമ്മുടെ സേവകൻ അയാളോട് നന്നായി പെരുമാറിയിട്ടില്ലെങ്കിൽ അതിന്റെ ക്ഷീണം മുഴുവനും ഗൃഹനാഥനാണ്. നന്നായി പെരുമാറിയാൽ അഭിനന്ദിക്കപ്പെടുന്നതും നാം തന്നെ. ഇതുപോലെ നമ്മുടെ യജമാനൻ ഈശ്വരൻ, നാം അവിടുത്തെ സേവകർ. ലോകം മുഴുവനും ഈശ്വരൻ്റെത്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഈശ്വരന്റെ ആളുകളായി കണക്കാക്കി നാം പെരുമാറണം, സേവിക്കണം. അപ്പോഴേ യജമാനായ ഈശ്വരൻ സന്തോഷിക്കൂ. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ഓരോരുത്തരും സന്തോഷിക്കുമ്പോൾ അത് അന്തര്യാമിയായ ഭഗവാൻ അറിയും. അതുവഴി നാം ഈശ്വരകൃപയ്ക്ക്, അനുഗ്രഹത്തിന് പാത്രമാകും.
സമസ്ത ജീവജാലങ്ങളോടും സ്നേഹപൂർവ്വം പെരുമാറാൻ അതുകൊണ്ട് തന്നെ നാം ബാധ്യസ്ഥരാണ്. കാരണം ഇതിനെല്ലാം ഉടയവൻ സായി ആണല്ലോ. പ്രശാന്തി നിലയത്തിലും മറ്റും സേവ ചെയ്യുമ്പോൾ ഇക്കാര്യമാണ് സ്വാമി പഠിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ നല്ല പ്രവൃത്തിയിലൂടെയും സ്വാമിയെ നാം ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. ഓരോ അരുതാത്ത പ്രവൃത്തിയിലൂടെയും നാം ഭഗവാനെ കളങ്കപ്പെടുത്തുകയാണ്. ഈ ധാരണ ഉള്ളിൽ ഉറപ്പിച്ചാൽ നന്നായി സേവാ സാധന അനുഷ്ഠിക്കാൻ നമുക്ക് സാധ്യമാകും. ജനസേവ, സായി സേവ. ഞാൻ കൂടെയുണ്ട്. അഭയ്, കൗമാരക്കാരൻ, വീട്ടിൽ കഷ്ടപ്പാട്. ചന്ദനത്തിരി ഫാക്ടറിയിലാണ് ജോലി. മടങ്ങുമ്പോൾ ഇരുട്ടാവും. എന്തു ചെയ്യും? ജോലിക്ക് പോകാതിരുന്നാൽ വീട്ടിൽ പട്ടിണിയാകും. രാത്രി മടങ്ങുമ്പോൾ പേടി കൊണ്ട് അഭയ് വേഗം നടക്കും. ക്രമേണ വേഗത വർദ്ധിച്ച് ഓട്ടമാകും. ഒരിക്കൽ അഭയ് സ്വപ്നം കണ്ടു. ഭയന്നോടുന്ന തന്നെ കാവ്യ അങ്കി ധരിച്ച ഒരു രൂപം വന്ന് പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിന്റെ പേര് അഭയ് എന്നാണ്, അതായത് ഭയമില്ലാത്തവൻ. നിന്റെ പേരിന് നാണക്കേട് ഉണ്ടാക്കരുത്. ഇനി ഭയക്കരുത്. ഇരുട്ടിൽ ഭയം വരുമ്പോൾ എന്നെ ഓർക്കുക. അപ്പോൾ നിനക്ക് ഭയത്തെ നേരിടാനാകും. ഉണർന്നപ്പോഴാണ് അഭയിന് മനസ്സിലായത് സ്വപ്നത്തിൽ വന്ന ആ രൂപം ഭഗവാൻ ശ്രീ സത്യസായി ബാബ ആയിരുന്നുവെന്ന്. ഏതായാലും കുറച്ചു ധൈര്യം തോന്നി. പിറ്റേ ദിവസം പതിവ് പോലെ സന്ധ്യ കഴിഞ്ഞ് അവൻ മടങ്ങി. ഭയം തോന്നി. നടപ്പിന് വേഗത വർദ്ധിച്ചു. പെട്ടെന്ന് സ്വപ്നത്തിലെ കാര്യം ഓർത്തു. ആരോ തന്നോടൊപ്പം നടക്കുന്നത് പോലെ അഭയിന് തോന്നി. രണ്ടും കൽപ്പിച്ച് അവൻ തിരിഞ്ഞു നോക്കി. പുറകിൽ ഭഗവാൻ സത്യസായി ബാബ. ഭഗവാൻ അരുളി, ഇന്ന് നീ തിരിഞ്ഞു നോക്കി, നന്ന്. ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്, നിന്നെ സംരക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇനി ഭയക്കുകയേ അരുത്. ഇപ്പോൾ നീ ഇരുളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യം കാണിച്ചു. ഇതുപോലെ എപ്പോഴും ബുദ്ധിമുട്ടുകളെ നേരിടാൻ ധൈര്യം കാണിക്കൂ. പ്രശ്നങ്ങളെ കണ്ട് ഓടരുത് ബംഗാരു. എപ്പോഴും ഞാൻ ഇല്ലേ കൂടെ? ശ്രീ ഭാഗവതം സൂചിപ്പിച്ച അജ്ഞാത സഖാവ് നമുക്കൊപ്പം എപ്പോഴുമുണ്ട്. അതേക്കുറിച്ച് ഓർമ്മയുണ്ടായാൽ നമ്മുടെ പരിഭ്രമം, ഭയം അകലും. കാരണം നാം ഭഗവാന്റെ കൃപാവലയത്തിലാണ്. ഓം തത്സത്.